ഹലോ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മെട്രിക്സിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, അതായത് പാർട്ട് 3 ആണ്. അപ്പം ഈ 3 പാർട്ട് പഠിച്ച മക്കൾക്ക് ഫുള്ളായിട്ട് ഈ പാഠത്തിൽ എന്ത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നാലും ഷുവറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു സംശയമില്ലേൽ അപ്പോൾ ഈ 3 പാർട്ട് നിങ്ങൾ മറക്കാതെ കാണുക. ഫൈനൽ എക്സാം either CBSE ആണെങ്കിലും കേരള സ്റ്റേറ്റ് ആണെങ്കിലും ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഷുവറായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗം തന്നെയാണ്. കണ്ടന്റ് പഠിക്കുക, അതിൻ്റെ പോലെ തന്നെ പ്രോബ്ലംസും പഠിക്കുക. പിന്നെ ഞാൻ പറയുന്ന പ്രോബ്ലംസ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 കൂട്ടർ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് എന്തായിരുന്നു? മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറയാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം നിങ്ങളെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. പ്രൂവ് ദാറ്റ് a² - 5a + 7i = 0. 0 പറഞ്ഞാൽ ഇവിടെ ഓ മെട്രിക്സ് എന്നാണ്. ഓക്കെ, given A is equal to, given matrix A is equal to 3, 1, -1, 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ഉണ്ട്, നിങ്ങൾ ഈ സംഭവത്തിൽ ഈ മെട്രിക്സിനെ കൊണ്ടു കൊടുക്കണം. ഓക്കെ, ഈ ഇക്വേഷനിൽ കൊണ്ടു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യണം? അതൊരു 0 മെട്രിക്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് a² കണ്ടുപിടിക്കണം. a² കണ്ടുപിടിക്കണമെങ്കിൽ എന്താ അർത്ഥം? a × a എന്നല്ലേ. അപ്പോൾ ഈ മെട്രിക്സ് നമ്മൾ 2 പ്രാവശ്യം തന്നെ എഴുതുക. 3, 1, -1, 2. ഓക്കെ, പിന്നെയും 3, 1, -1, 2. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മക്കൾക്കാർക്ക് മറന്നു പോയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക. ഓക്കെ, അതേ റോ തന്നെ എടുക്കുക, സെക്കൻഡ് കോളം എടുക്കുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനൊന്ന് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുകയാണ്. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ മറന്നുപോയവരാണെങ്കിൽ പഴയ വീഡിയോയിലൊന്ന് പോയിട്ട് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്ത് വരും? 9 - 1, 3 + 2. അടുത്ത ലൈനിൽ -3 -2, അതായത് സെക്കൻഡ് റോ ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. -1 + 4. ഓക്കെ, ഇനി ഇതിനൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ a² വില നമുക്ക് എന്ത് കിട്ടുന്നു? 8, 5 - 5, 3 എന്ന് കിട്ടുന്നു. അപ്പോൾ a² വില നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 5a കണ്ടുപിടിക്കണം. നമ്മുടെ സെക്കൻഡ് ടേം 5a ആണ്. അപ്പോൾ a² ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ 5a ചെയ്യണം. 5a ചെയ്യണമെങ്കിൽ എന്താണ്? 5 ഒരു സ്കെയിലാറാണ്, a പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊന്നത് വൈപ്പ് ഔട്ട് ചെയ്യാം. അപ്പം നമുക്ക് a² കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. a² - 5a + 7i. ഇത് ഒറ്റയടിക്കാൻ നമുക്ക് എഴുതാൻ പറ്റും. a² എന്ന് പറഞ്ഞ മെട്രിക്സ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. എന്തായിരുന്നു? 8, 5 - 5, 3 എന്നാണ്. ഓക്കെ, -5 × a എന്ന് പറയുന്ന മെട്രിക്സ് നമ്മളുടെ തന്നിരിക്കുന്ന മെട്രിക്സ് അത് എത്രയായിരുന്നു? 3, 1, -1, 2 എന്നാണ്. പ്ലസ് 7i എന്നാണ്. അപ്പോൾ 7 × i പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് പറഞ്ഞാൽ ഇവിടെ ഒരു 2/2 മാത്രമേ എഴുതാൻ പാടുള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ 2/2 ആണ്. അതുകൊണ്ട് 2/2 എഴുതാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക അക്കോർഡിംഗ് ടു. അപ്പോൾ ആദ്യം നമുക്ക് ആ 5നെയും 7നെയും ഉള്ളോട്ടേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 8, 5 - 5, 3. അടുത്ത ടേം 5നെ നമ്മൾ ഉള്ളോട്ടേക്ക് വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 15, 5 - 5, 10. ഓക്കെ, 7നെ നമ്മൾ അകത്തേക്ക് വെക്കുന്നു. 7നെ അകത്തേക്ക് വെക്കുമ്പോൾ നമുക്ക് 7, 0, 0, 7 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതും നിങ്ങൾ ആഡ് ചെയ്തോ, കാരണം ഇത് സബ്ട്രാക്ഷൻ അല്ലേ വരുന്നത്. ഇതും ആഡ് ചെയ്തിട്ട് ഈ സാധനം സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ലൈന് ഈ മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പോസിറ്റീവുള്ള രണ്ടും ആഡ് ചെയ്യുക. പോസിറ്റീവുള്ള ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 15. 8 + 7, 15. ഓക്കെ, അടുത്ത ടേം വരുന്നത് 5 + 0 എന്നല്ല വരുന്നത്. അപ്പോൾ 5. അടുത്ത ടേം -5. അടുത്ത ടേം 10. ഓക്കെ, മൈനസ് ഈ മെട്രിക്സ് തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ 15, 5, -5, 10. ഓക്കെ, ഞാൻ ആദ്യം ഇതും ടിക്ക് ഇട്ടത് രണ്ടുമാണ് എഴുതിയത്. ഓക്കെ, അത് രണ്ടും കൂട്ടി, അതാണ് ഈ ഉത്തരം. ഓക്കെ, പിന്നെ ഇത് സബ്ട്രാക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്തു. ഇത് സബ്ട്രാക്ഷനാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊന്നിപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കൂ. എല്ലാം ഒരേ ടേംസ് ആണ്, മൈനസ് സൈൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ വരിക? ഇറ്റ് ഈസ് എ 0 മെട്രിക്സ്. അപ്പോൾ യുവർ ആൻസർ ഈസ് O അല്ലെങ്കിൽ 0. ഓക്കെ, അപ്പോൾ 0 മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. 0 മെട്രിക്സ് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക O എന്ന ലെറ്റർ കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന ഒരു സംഭവമാണ്. അപ്പം മറന്നു പോവാതെ എല്ലാവരും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻറ്റ് മറ്റൊരു ടോപ്പിക്കാണ്.
ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ഈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A is equal to Aij, Bn, M by N matrix. Then the matrix obtained by interchanging the rows and columns of A is called the transpose of A and is denoted by A dash or AT. A transpose na വായിക്കുക കേട്ടോ. In other words, A is equal to Aij is an M by N matrix. Then A dash അഥവാ A transpose എന്ന് പറയുന്നത് Aij N by M matrix ആയിരിക്കും. അതായത് ഒരു മെട്രിക്സിൻ്റെ റോസും കോളവും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ we will get a transpose ഓഫ് ദാറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. 2 -1 5 3 ഇങ്ങനെ ഒരു മെട്രിക്സ് എടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എ എന്നുള്ള മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ് കാണണമെങ്കിൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ റോസും കോളവും നിങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. റോസും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 5 എന്നുള്ള റോ ആയിട്ട് എഴുതാം. ഇവിടുത്തെ കോളത്തിനെ നമ്മൾ റോ ആയിട്ട് എഴുതി, ഇങ്ങനെ എഴുതി. ഓക്കെ, അടുത്ത ലൈന് -1 3. ഓക്കെ, സംശയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എ ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടി, സംശയമില്ലല്ലോ. അപ്പോൾ ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു -2 3 1 2. ഓക്കെ, and B is equal to -1 0 1 2. Okay, find A plus 2B whole dash. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ എ ഡാഷ് ആണ് തന്നിരിക്കുന്നത്, എ ഡാഷ് ആണ് മക്കൾക്ക് തന്നിരിക്കുന്നത്. അപ്പം മക്കൾ ആദ്യം എന്ത് കാണണം? എ കണ്ടുപിടിക്കണം. കാരണം ഇവിടെ നമുക്ക് ഫൈൻഡിൽ എ ആണ് കാണേണ്ടത്. അപ്പോൾ എ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരു ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ മെട്രിക്സ് തന്നെ കിട്ടും, എ കിട്ടും. ഓക്കെ, അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ തന്നിരിക്കുന്ന മെട്രിക്സ് ഒന്ന് തല തിരിച്ചിട്ട് പറഞ്ഞോളൂ പെട്ടെന്ന് തന്നെ. എന്തൊക്കെയാണ് മക്കൾക്ക് വരിക? -2 3 എന്നുള്ളത് നമുക്ക് കോളമായിട്ട് എഴുതണം, ശരിയല്ലേ? -2 3 എന്നുള്ള കോളമായിട്ട് എഴുതണം. സോറി, ഈ കോളത്തെ -2 3 എന്നുള്ളത് കോളമായിട്ട് എഴുതണം. പിന്നെ 1 2 എന്നുള്ളത് അടുത്ത കോളമായിട്ട് എഴുതണം. ആ റോനെ പിടിച്ചിട്ട് അടുത്ത കോളമായിട്ട് എഴുതണം. അതായത് ഇതിന് റോവും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. സംശയമില്ലല്ലോ? ഓക്കെ, ഇത് ഞാൻ വായിക്കാം. ഓക്കെ, ഓക്കെ, എ എന്നുള്ള മെട്രിക്സ് കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? A + 2B എന്നാ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത്. എന്താ കാണാൻ പറഞ്ഞത്? A + 2B എന്ന്. അപ്പോൾ A + 2B ഒറ്റയടിക്ക് തന്നെ ചെയ്യാം. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? -2 1 3 2. ഓക്കെ, അടുത്ത മെട്രിക്സ് 2B എന്നാണ് അല്ലേ? +2 × B എന്ന് പറയുന്ന മെട്രിക്സ് -1 0 1 2 എന്നാണ്. ഓക്കെ, എ എന്നുള്ള മെട്രിക്സ് ഇപ്പോൾ കിട്ടി. 2 ആദ്യം ഉള്ളോട്ടേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പം A + 2B ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ് വരുന്നത്? -2 1 3 2 പ്ലസ് 2 അകത്തേക്ക് എടുക്കുക. 2 അകത്തേക്ക് എടുക്കുമ്പോൾ എന്താ നമുക്ക് വരിക? 2 × -1 വരും. അപ്പോൾ -2 0 2 4. ഓക്കെ, 2 4. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾ കൂട്ടുന്നു. ഇത് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ മക്കളെ കിട്ടുന്നത്? ഇവിടെ തന്നെ എഴുതാം. -4 1 വെറുതെ കൂട്ടുക. -2 + -2 കൂട്ടുമ്പോൾ -4, 1 + 0 കൂട്ടുമ്പോൾ 1, 3 + 2 കൂട്ടുമ്പോൾ 5. ഓക്കെ, സാധാരണ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ടേം 6. ഓക്കെ, ഇനി നിങ്ങളോട് ചോദ്യം പറഞ്ഞിരിക്കുന്നത് A + 2Bൻ്റെ ട്രാൻസ്പോസ് എടുക്കാനാണ്. അപ്പോൾ ഇതിനെ തലതിരിച്ചിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ A + 2B ഡാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വരിക? ഈ റോനെ കോളമാക്കിയിട്ടും കോളത്തെ റോ ആക്കിയിട്ടും ഒന്ന് മാറ്റി എഴുതി കൊടുത്താൽ മതി, അത്രേ പണിയുള്ളൂ. ഓക്കെ, അപ്പം -4 5 എന്നുള്ള ഇവിടെ വരും, 1 6 എന്നുള്ള ഇവിടെ വരും.
ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ട്രാൻസ്പോസ്. ഇതേ നമ്പർ വരണം എന്നല്ല മിസ് പറയുന്നത്, ആ ടൈപ്പിൽ വരാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ലാസ്റ്റ് ടോപ്പിക്കാണ് നിങ്ങളുടെ മെട്രിക്സിലുള്ള. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം മക്കൾ പഠിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ പഴയ വീഡിയോസിൻ്റെ ഐക്കൺസ് ഞാൻ മേലെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് മെട്രിക്സിലുള്ള ടോപ്പിക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ചോദിക്കുന്നോ ആ ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ഒരു സംശയമില്ലാതെ തന്നെ കിട്ടും. ഇത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിന് തന്നെ ഏകദേശം ഒരു 8 മാർക്ക് 10 മാർക്കിൻ്റെ ഇടയിൽ ചോദ്യങ്ങൾ വരും. ഓക്കെ, ഈ ഒരു പാഠത്തിന് മാത്രം ഷുവറായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ നെക്സ്റ്റ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എന്താണ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്? സിമെട്രിക് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി എ സിമെട്രിക് മെട്രിക്സ് ഇഫ് ദ ട്രാൻസ്പോസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? അതേ മെട്രിക്സ് തന്നെ കിട്ടുന്നു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടെണ്ണം മിസ് എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് എക്സാമ്പിൾസ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ ഈ സെറ്റ് ടു ബി സ്ക്യൂ സിമെട്രിക് ഇഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു, എ ഡാഷ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? മൈനസ് എക്ക് ഈക്വലാണ്. അപ്പോൾ ഞാനൊരു സിമെട്രിക് മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്താണ് ഈ സിമെട്രിക്, എന്താണ് ഈ സ്ക്യൂ സിമെട്രിക് എന്ന്. ഓക്കെ, സിമെട്രിക് മെട്രിക്സിന് നമ്മൾ എഴുതുമ്പോൾ ഞാനൊരു എ എന്നുള്ള മെട്രിക്സ് എടുത്തു. ഓക്കെ, ഇനി ഇത് ഞാൻ അകത്തെടുക്കാൻ പോകുന്ന എലമെൻറ്റ്സ്, ഇതിപ്പോൾ ഞാൻ ഒരു നമ്പേഴ്സ് എടുക്കുകയാണ്. അത് ഞാനൊരു ഐഡിയ വെച്ചിട്ടാണ് എടുക്കുന്നതും, നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാനിതിൻ്റെ എ ഡാഷ് കാണാം. എ ഡാഷ് പറഞ്ഞാൽ എന്തായിരുന്നു മിസ് പറഞ്ഞത്? ട്രാൻസ്പോസ് കാണുക പറഞ്ഞാൽ ഈ റോ, ഈ ലൈന് ഇങ്ങനെ എഴുതണം, കോളമാക്കിയിട്ട് എഴുതണം. അപ്പം ഞാനതൊന്ന് കോളമാക്കിയിട്ട് എഴുതി 2 5 1. ഓക്കെ, ഈ ലൈന് ഞാനൊന്ന് കോളമാക്കിയിട്ട് എഴുതി 5 - 3 7. അടുത്ത ലൈന് ഞാനൊന്ന് കോളമാക്കിയിട്ട് എഴുതി. ഓക്കെ, ഇനി മക്കളൊന്ന് നോക്ക്, ഈ എയും എ ഡാഷും ഒരേ നമ്പേഴ്സാണോ? ഞാൻ തിരിച്ചെഴുതിയതാണ് ഇപ്പോൾ ഇത്. ഓക്കെ, ഞാൻ തന്നെ ആ കോളം തന്നെ ആദ്യം എഴുതി കാണിച്ചത്. ഞാൻ ആ ഫസ്റ്റ് ലൈൻ ഇങ്ങനെ എഴുതിയത്, സെക്കൻഡ് ലൈൻ ഇങ്ങനെ എഴുതിയത്, തേർഡ് ലൈൻ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ എഴുതി വന്നപ്പോൾ നോക്കൂ നിങ്ങൾ, 2 5 1 തന്നെയാണ്, 5 - 3 7 തന്നെയാണ്, 1 7 2 തന്നെയാണ്. ഒരേ മെട്രിക്സിൽ കിട്ടുന്ന, ഇങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. എന്ത് മെട്രിക്സ്? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ, ഡൗട്ടില്ലല്ലോ? ഓക്കെ, വി ക്യാൻ മൂവ് ടു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം, പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചോ. എ ഈസ് ഈക്വൽ ടു 0 - 5 3 5 0 2. അടുത്തത് -3, ഇത് 5 ആണേ. ഓക്കെ, -3 -2 0. ഓക്കെ, ഇനി ഇതിൻ്റെ ഞാൻ ട്രാൻസ്പോസ് എടുക്കുകയാണ്, എ ട്രാൻസ്പോസ് എടുക്കുകയാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് വരിക? റോ ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോനെ പിടിച്ച് കോളമാക്കണം, സെക്കൻഡ് റോ ഈ കോളമാക്കണം, ഫസ്റ്റ് കോളമാക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ അതൊന്ന് മാറ്റി എഴുതാം. 0 - 5 3. ഓക്കെ, 0 - 5 3. യെസ്, അടുത്ത റോനെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അടുത്ത കോളമാക്കി. ഓക്കെ, അപ്പോൾ 5 0 2. കറക്റ്റായോ? അടുത്ത റോനെ പിടിച്ച് അടുത്ത കോളമാക്കി. ഓക്കെ, അപ്പം -3 -2 0. ഇത്ര കാര്യങ്ങൾ കിട്ടിയോ? ഇത്ര കാര്യം കിട്ടിയെന്ന് നിങ്ങൾക്ക് ഈ എയും എ ട്രാൻസ്പോസും എന്താ മക്കൾക്ക് വ്യത്യാസമായി തോന്നുന്നു? ആദ്യത്തെ എലമെൻറ്റ് നോക്കൂ, ഇവിടെ ഞാൻ വേറൊരു കളർ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആദ്യത്തെ എലമെൻറ്റ് ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. ശരി, രണ്ടാമത്തെ എലമെൻറ്റ് ഇവിടെ -5 ആണ്, ഇവിടെ എന്താ? +5 ആണ്. ഓക്കെ, സൈൻ മാറി, ഇവിടെ 3 ആണ്. കണ്ട, ഇവിടെ -3 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ -5 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0. ഓക്കെ, 0 പ്രശ്നമില്ല. അടുത്ത ടേം, അടുത്ത നമ്പർ ഇവിടെ 2 ആണ്, ഇവിടെ -2 ആണ്. ഓക്കെ, അടുത്തത് ഇവിടെ -3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ -2 ആണ്, ഇവിടെ 2 ആണ്. ഓക്കെ, ഇവിടെ 0 ആണ്, 0 ആണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ആർക്ക്, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് നമുക്ക് മറ്റൊരു പേരെന്താ? എ ഡാഷ് എന്ന് പറയാം കേട്ടോ. എ ഡാഷ് എന്ന് പറയുന്നത് -എക്ക് ഈക്വൽ ആണ്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് മക്കളെ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഓക്കെ ആയോ? അപ്പം എ ട്രാൻസ്പോസ് എക്ക് ഈക്വൽ ആണെങ്കിൽ സിമെട്രിക് എന്നും, എ ട്രാൻസ്പോസ് -എക്ക് ഈക്വൽ ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് എന്നും നമ്മൾ പറയുന്നു.
ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് ഷുവർ ക്വസ്റ്റ്യനാണ്. 100% ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പരീക്ഷ പേപ്പറിലുണ്ടാവും. ഓക്കെ, അത് സ്റ്റേറ്റിനാണെങ്കിലും CBSEക്ക് ആണെങ്കിലും വരുന്ന ക്വസ്റ്റ്യനാണ് ഈ പാടുന്നത്. അതും വരുന്നതാണെങ്കിൽ വലിയ മാർക്ക്, നിങ്ങളെ മാക്സിമം മാർക്ക് എത്രയാണോ അതിനാണ് ആ ക്വസ്റ്റ്യൻ വരാറ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് മെട്രിക്സ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അതായത് തന്നിരിക്കുന്ന മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സ് ആയിട്ടും സ്ക്യൂ സിമെട്രിക് ആയിട്ടും എഴുതൂ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A is equal to മെട്രിക്സ്, ഓക്കെ, മെട്രിക്സ് 3 5 1 -1. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് സം ഓഫ് എന്താക്കിയിട്ട് എഴുതണം? സിമെട്രിക് ആയിട്ടും ആൻഡ് സ്ക്യൂ സിമെട്രിക് ആയിട്ടും എഴുതണം. ഇതാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. A is equal to 3 5 1 -1. അപ്പോൾ ഇതിനെ നമുക്ക് സിമെട്രിക് ആയിട്ടും സ്ക്യൂ സിമെട്രിക് ആയിട്ടും എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സിമെട്രിക് നമുക്ക് കാണണം, സ്ക്യൂ സിമെട്രിക്കും അതിൻ്റെ സമ്മായിട്ടും എഴുതണം. അപ്പോൾ സമ്മായിട്ട് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പിയും ക്യൂവും ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. A is equal to P plus Q എന്നാണ് എഴുതുക. ഓക്കെ, എന്താണ് ഈ പി, എന്താണ് ഈ ക്യൂ? ഇതാണ് നിങ്ങളെ ഫോർമുല എന്ന് വിചാരിച്ചു. A is equal to P plus Q. പക്ഷേ P പറഞ്ഞാൽ ഒരു സാധനമാണ്, Q പറഞ്ഞാൽ മറ്റൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ്, ശ്രദ്ധിക്കണേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഹാഫ് ഓഫ് A plus A' ആണ്, A ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ് A minus A ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ A എന്നുള്ള മെട്രിക്സിനെ 2 പീസായിട്ട് മക്കൾ എഴുതുന്നു, P plus Q എന്ന്. അപ്പോൾ P എന്ന് പറഞ്ഞാൽ ഇതാണ്, Q എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പരീക്ഷയ്ക്ക് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ Pനെ കണ്ടുപിടിക്കണം. ആദ്യം എനിക്ക് Aയും A' കൂടെ കൂട്ടണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പോവാണ്. A plus A' ആണ്. A എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നിരിക്കുന്ന മെട്രിക്സ് അല്ലേ, 3 5 1 -1. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഇട്ട് ചോദിക്കണം കേട്ടോ. ഓക്കെ, A' എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ? നമുക്ക് ട്രാൻസ്പോസ് എടുക്കണം. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറേ പറഞ്ഞിരുന്നു, റോംസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പം ഞാൻ അതും മാറ്റി എഴുതി. ഇത് രണ്ടും കൂടെ ഞാൻ കൂട്ടി എഴുതണം. ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുന്ന ആൻസറാണ് എത്ര വരുന്നത്? 6 പിന്നെയും 6 പിന്നെയും 6 പിന്നെ -2. മനസ്സിലായല്ലോ? വെറുതെ കൂട്ടി, നമ്പേഴ്സിനെ വെറുതെ കൂട്ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഹാഫ് ഓഫ് എന്നുണ്ട് ഇവിടെ അല്ലേ. P എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു A plus A' എന്നാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഹാഫും കൂടി എടുത്തു കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പേജിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഹാഫ് ഓഫ് A plus A', ഹാഫ് ഓഫ് A plus A'. A plus A' നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിയല്ലോ. അതിൻ്റെ പുറമേ ഒരു ഹാഫും ഇടുക. അപ്പം ഹാഫ് ഓഫ് A plus A' എന്ന് പറഞ്ഞാൽ നമ്മളുടെ വില 6 മെട്രിക്സിൽ തന്നെ എഴുതാം. 6 6 6 -2. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഹാഫ് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഹാഫ് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/2 എന്ന് വരും അല്ലേ. 6/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും മക്കളെ വരിക? 3 3 3 -1. ഇതവിടെ വെച്ചോളൂ. ഇതാണ് നിങ്ങളുടെ പിയുടെ വില. ഇതാണ് നിങ്ങളുടെ പി. മറന്നു പോകരുതേ, ദിസ് ഇസ് യുവർ പി. ഓക്കെ, ഇപ്പോൾ പി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ കാണണമെങ്കിൽ A minus A' കാണണം. A minus A'. അപ്പോൾ A minus A' കാണുമ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന 2 മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3 5 1 -1 മൈനസ് A' എന്ന് പറയുന്ന മെട്രിക്സ് തിരിച്ചെഴുതുക. 3 1 5 -1. ഓക്കെ, ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് എഴുതുക. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 3 - 3 0, 5 - 1 4. ഓക്കെ, 1 -5 എന്നാണ് വരിക. അപ്പോൾ -4 ശരിയല്ലേ. -1 -1 എന്ന് വരും. അപ്പോൾ -1 + 1 ആയത് 0 ആയി അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ A plus A'. ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഹാഫ് ഓഫ് A minus A' ആണ്. അതാണ് നിങ്ങളുടെ ആര് ശരിക്കും പറയുകയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ആൾ. ശരിയല്ലേ? അപ്പോൾ ഈ ക്യൂവിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ പുറത്ത് നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കിട്ടിയ മെട്രിക്സിൻ്റെ. ഓക്കെ, -4 0. അപ്പോൾ ഇതിനെ ഹാഫ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കുട്ടികളെ കിട്ടുന്നത്? 0 2 -2 0. ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ സമ്മാക്കിയിട്ട് നമ്മൾ എഴുതണം. അതായത് ഹാഫ് ഓഫ് A plus A' പറയുന്ന നിങ്ങളെ പിയും ഹാഫ് ഓഫ് A minus A' പറയുന്ന നിങ്ങളെ ക്യൂവും, അതായത് ഈ പിയും ക്യൂവും കൂട്ടിയ രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് A കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം.
അപ്പം മക്കൾക്ക് ഫോർമുലയിൽ എന്തുണ്ട്? എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ട് പി പ്ലസ് ക്യൂ ആണ്. പി എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടി. പി എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു? പി 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 3 3 3 -1 ശരിയല്ലേ? ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയല്ലോ. 0 2 -2 0. ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കൂ മക്കളെ, എത്രയാണ് കിട്ടുന്ന ആൻസർ എന്ന്? 3 + 0 3. ഓക്കെ, അടുത്തത് 3 + 2 5. 3 - 2 3 - 2 1. -1 + 0 -1. നിങ്ങൾ തന്നിരിക്കുന്ന മെട്രിക്സ്, അതായത് സ്റ്റാർട്ട് ചെയ്ത മെട്രിക്സ്, ഇത് എ ആണോ നോക്കൂ. ഈ സാധനം നിങ്ങളെ ക്വസ്റ്റ്യൻ ആണോ എന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പുറം പോയി ചെക്ക് ചെയ്യണം. എ ആണ് എന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നതാ? 3 5 1 അല്ലേ? ഇതല്ലേ വന്നിരിക്കുന്നത്, ഇതല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ. ഇതന്നെയല്ലേ ഇപ്പം നിങ്ങൾക്ക് അവിടെ പ്രൂവ് ചെയ്തിട്ട് കിട്ടിയത്? 3 5 1 -1. അപ്പം നമുക്ക് അതന്നെയാണ് ഇവിടെ കിട്ടിയത്, 3 5 1 -1. അപ്പം നിങ്ങൾക്ക് എ എന്നുള്ള മെട്രിക്സ് കിട്ടി. ഇങ്ങനെയാണ് നിങ്ങൾ എന്തെഴുതുന്നത്? സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന സംഭവം എഴുതുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് എപ്പോഴും എഴുതാൻ ചോദിക്കും. ഇത് 2/2 ചോദിക്കാം, 3/3 ചോദിക്കും. 3/3 ആണെങ്കിൽ 3 പ്രാവശ്യം ആ റോസും കോളംസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. എഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിന് ഹാഫ് കൊടുത്ത് കൊടുക്കുക. സംശയമില്ലല്ലോ കുട്ടികളെ? അപ്പം ഇതോടുകൂടി ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഈ മെട്രിക്സിലൊന്ന് വൃത്തിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറി വന്നാലും ചെയ്യാനുള്ള പ്രാപ്തി വരും. ഷുവറാണ്, 100% ഉറപ്പാണ്. അപ്പോൾ ഈ പാഠത്തുനിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം ഒരു 10 മാർക്കിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ 10 മാർക്ക് നമുക്ക് പെടപെടാന്ന് കിട്ടും. അപ്പം മെട്രിക്സിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയി. അടുത്ത പോർഷൻ ഞാൻ നെക്സ്റ്റ് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം മെട്രിക്സ് ദ എൻഡാണ്. നെക്സ്റ്റ് ലെസൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച ലെസൺ തന്നെയായ ഡിറ്റർമിനൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. 12th ആണ്. ഓക്കെ, ബൈ ബൈ.